ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്നല്ലോ. യഥാർത്ഥത്തില് എന്താ സംഭവിച്ചത്? സ്വന്തം കുഞ്ഞ് ശ്വാസം കിട്ടാതെ പെടയുന്ന നേരത്ത് കാമുകിയെ ചേർത്ത് പിടിച്ചോണ്ട് കാറി കയറി പോയാൻ ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങളൊരു അച്ഛനാണോ? നല്ലൊരു ഭർത്താവാണോ? സച്ചി അർച്ചനയും ഇനി ഒന്നിച്ചില്ല. ഞാനാണ് സാറേ എല്ലാത്തിനും കാരണം. അർച്ചനയുടെ കയ്യില് ഒരു തെറ്റുമില്ല. താനിങ്ങനെ കരയാതടോ. അല്ലെങ്കിൽ തന്നെ നീ കരഞ്ഞിട്ടെന്താ കാര്യം? വർഷങ്ങളായിട്ട് ഞാൻ അവളെയും മോളെയും അന്വേഷിക്കുക സാറേ. എന്തായാലും തന്റെ എല്ലാ അന്വേഷണങ്ങൾക്കും ഇപ്പോ അവസാനമാകാൻ പോവുകയല്ലേ? താൻ ഹോസ്പിറ്റലിൽ വെച്ച് തന്റെ ഭാര്യയെ കണ്ടു എന്നല്ലേ പറയുന്നേ? അതെ സാറേ, കണ്ടത് മാത്രമല്ല അവൾ എന്നെ തിരിച്ചറിയുകയും ചെയ്തു. അപ്പൊ പിന്നെ അവര് ഹോസ്പിറ്റലിൽ തന്നെ കാണും. താൻ ടെൻഷനൊന്നും അടിക്കണ്ട, സമാധാനമായിട്ടിരിക്കും. ആ ഹോസ്പിറ്റലിൽ തന്റെ ഭാര്യ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് ഒരർത്ഥം ഉണ്ടായത് ഇപ്പോഴാ സാറേ. ഇത്രയും കാലത്ത് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്നറിയോ? ഭാര്യയും ഭർത്താവ് ആവുമ്പോ ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാവും. പക്ഷേ ഒന്നും മറച്ചു വെക്കരുത്. പറയാനുള്ള കാര്യം സമയത്ത് തന്നെ പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ ജീവിതം നഷ്ടപ്പെട്ട് പെരുവഴിയിലാകേണ്ടി വരും. സാറേ, എന്നെക്കാൾ വലിയ ആളാ സാറ്. പക്ഷേ എന്നാലും ഞാൻ പറയുക, എന്തെങ്കിലും ഭാര്യയോട് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞേക്കണം. സമൃദ്ധ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. സമൃദ്ധയോ? ഏത് സമൃദ്ധ? ഞാൻ സമൃദ്ധയൊന്നും അല്ല. സാറിന്റെ ആലോചിക്കുന്നത് താൻ പറഞ്ഞ ശരിയാ. പറയാനുള്ള കാര്യങ്ങള് സമയത്ത് തന്നെ പറയണം. ചില കാര്യങ്ങൾ എനിക്ക് സമൃദ്ധയോട് പറയാനുണ്ട്. സാറിന്റെ ആലോചിക്കുന്നത് ഭാര്യ ഇപ്പോ ഹോസ്പിറ്റലില് സാറിനെ കാത്തിരിക്കായിരിക്കും അല്ലേ? അതെ. എന്തായാലും ഇപ്പോ ഒരു ആശ്വാസം തോന്നുന്നത് തന്റെ ഭാര്യയും ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടല്ലോ എന്നുള്ളതാ. ഈ വണ്ടിക്ക് സ്പീഡ് പോരാന്ന് ഇപ്പൊ എനിക്കും തോന്നുന്നു. ഒന്ന് ചവിട്ടി വിട് സാറേ, എനിക്ക് എന്റെ അർച്ചനയും മോളം കാണാൻ തിടുക്കമായി. ഈ റീതാമ്മ സിസ്റ്റർ ഞാനാ. എന്താ കാര്യം? എന്റെ പേര് ശിശിര. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഒന്ന് വരാവോ? പ്ലീസ് ഒന്ന് വരൂ. എന്താ വേണ്ടത്? എനിക്കൊരു സഹായം വേണമായിരുന്നു. എന്ത് സഹായം?
മോളെ സമൃദ്ധേ, സമൃദ്ധേ, മോളെ മോളെ സമൃദ്ധേ, എന്താ അമ്മേ? നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? എന്താ അമ്മേ? സമൃദ്ധ എവിടെയും കാണാനില്ല. കാണാനില്ലേ? അവള് പിന്നെ എവിടെ പോയി? ആ എനിക്കെങ്ങനെ അറിയാം? ഞാൻ പുറത്തേക്ക് പോകുമ്പോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ? ഞാനിന്ന് ബില്ലടയ്ക്കാൻ പോയി, തിരിച്ചു വന്ന് നോക്കിയപ്പോ അവളെ കാണാനില്ല. ചതിച്ചോ ഈശ്വര, അവൾക്ക് പിന്നെയും ബോധം വന്നോ? ഇനി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയതാണോ? അമ്മ ബഹളം വെക്കാതെ നമുക്ക് നോക്കാം, വാ. അമ്മേ, ദേ നോക്കി. വാ അമ്മേ. മോളെ, മോളെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞാൻ ഗൂഗിള് വരുന്നുണ്ടോ എന്ന് നോക്കായിരുന്നു. സമയത്തായിട്ടും ഗൂഗിൾ എന്താ വരാത്തെ? ഗോകുലിനെ കാണാൻ ഇത്രയ്ക്ക് തിടുക്കമായോ? അതുകൊണ്ടല്ല, നമുക്ക് വീട്ടിൽ പോണ്ടേ. ഒരു ടാക്സി വിളിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു. മോളാണെങ്കിൽ ചിലപ്പോ വന്നു കാണും. അവനിപ്പം വരും, മോള് വിഷമിക്കണ്ട. ദേ വന്നല്ലോ. മോളെന്താ നോക്കുന്നേ? അതാരാ ഗൂഗിളിന്റെ കൂടെ വേറൊരാള്? അറിയില്ല. എവിടെയോ കണ്ട പോലെ തോന്നുന്നു. ഗൂഗിളിന്റെ കൂട്ടുകാരാരെങ്കിലും ആയിരിക്കും. മോൾക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ? ഏയ് ഇല്ല, ഞാൻ മുമ്പ് ഗൂഗിളിന്റെ കൂടെ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാ. എന്നാ വാ, നമുക്ക് മുറിയിലേക്ക് പോകാം. ഇത്രയും നേരം ഭർത്താവ് വരാത്തിന്റെ ടെൻഷനായിരുന്നല്ലോ, ഇപ്പൊ മാറിയില്ലേ? ഹോസ്പിറ്റൽ ബില്ല് വരെ അടച്ചു കഴിഞ്ഞു. നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം, വാ. ആ സാറേ, ഞാൻ പോയി അർച്ചന എവിടെന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ, ഞങ്ങൾ ഇപ്പൊ ഇറങ്ങും. അവരെന്നെ വെയിറ്റ് ചെയ്യാ. ആ സാറിന്റെ വൈഫ് എടുക്കുന്ന മുറിയുടെ നമ്പർ എത്ര? 110 ഫസ്റ്റ് ഫ്ലോറില. ശരി സാർ, എന്നാ പിന്നെ ഞാനൊന്ന് പോയി നോക്കട്ടെ. അർച്ചനെ കണ്ടു കിട്ടിയാ ഞങ്ങള് ഉടനെ തന്നെ മുറിയിലേക്ക് വരാം. അതിനകം ഞങ്ങൾ പോയില്ലെങ്കിൽ നമുക്ക് കാണാം. ആ ശരി. അപ്പൊ ശരി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ആ ചെല്ലേ.